ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ ബലമായി പനിനീർമലരായി നിറയൂ, നീർമണിയായി വന്നുതിരും അനുരാഗക്കുളിരേ, ഈ രാവിനൊരാലിംഗനമേകൂ. ആകാശം ചുരിയും നിറതാരങ്ങളുമായി ഓരോ വെൺമേഘം പോലെ നീ ഓർമ്മപ്പുഴ നീന്തി മാറിൽ കുളിരേന്തി നീ മൗനം പാടി. ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ ബലമായി പനിനീർമലരായി നിറയൂ, നീർമണിയായി വന്നുതിരും അനുരാഗക്കുളിരേ, ഈ രാവിനൊരാലിംഗനമേകൂ. ഒരു കാരണവശാലും ഇന്നത്തെ രാത്രിയിലെ ഈ അവസരത്തിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. നാളെ നേരം വെളുക്കുമ്പോൾ ഗൗതമന്റെ മൃതദേഹമായിരിക്കണം എല്ലാവരും കാണേണ്ടത്. ഇനിയിപ്പോ മറ്റു വഴിയില്ലെങ്കിൽ നിധിയെ അങ്ങ് തീർത്തേക്കണം. അത് രണ്ടുപേരും മുറിക്കാത്താണല്ലോ സാർ. ആ ഗൗതമിനെ ഒന്ന് പുറത്തിറക്കണം. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഒരൊറ്റയാള് പോയാ മതി. ഗൗതം, ഗൗതം, എന്തു പറ്റി? ദേ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നു. ഇത് ആരാ ഈ നേരത്ത്? ഞാനൊന്ന് നോക്കട്ടെ. അവിടെ ഇങ്ങ് ആരെയും കാണുന്നില്ല. ആരെങ്കിലും റൂം മാറിപ്പോയി ബെല്ലടിച്ചായിരിക്കും. നീ കിടക്കാൻ നോക്ക്. ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്തോ കുഴപ്പമാണല്ലോ ഗൗതം. ഇവിടെ ഇങ്ങ് ആരെയും കാണുന്നില്ലല്ലോ. ഇതാരും മനഃപൂർവ്വം ചെയ്യുന്നതാണല്ലോ ഗൗതം. ഒരു കാര്യം ചെയ്യും, നീ കയറി കഥ കടച്ചോ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അതൊന്നും വേണ്ട. ഈ നേരത്തിനെ അന്വേഷിക്കാനൊന്നും നിൽക്കണ്ട. ഇനി ബെല്ലടിച്ചാൽ തുറക്കാതിരുന്നാ പോരെ. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഞാൻ പോയി ആ റിസപ്ഷനിലൊന്ന് കംപ്ലൈന്റ് ചെയ്യാം. നീ അകത്ത് കയറി കഥ കടച്ചോ. അത് വേണ്ട ഗൗതം. കുഴപ്പമൊന്നുമില്ലെന്നേ, നീ അകത്ത് കയറിക്കോ. ചെല്ല്.
നിധി CKC. ഇത് അവന്മാരുടെ ഫോണാ. ഈ ഫോണിലേക്ക് വിളിക്കുന്ന ആരാന്ന് കണ്ടോ? അപ്പൊ എല്ലാത്തിനും പിന്നിൽ അയാളാണ്. വെറുതെ വിടില്ല ഞാൻ അയാളെ. ഒന്നും വേണ്ട, ഗൗതം ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ വരാനല്ലേ പറഞ്ഞത്? അയ്യോ, നിധി കൈ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടല്ലോ. വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോ. വാ. ഞാൻ ബാഗൊക്കെ എടുക്കാം, നീ കയറിക്കോ. ഗൗതം, എന്താ? ഗൗതമിന്റെ തലയിലെ ഈ മുറിവും എന്റെ കയ്യിലെ കെട്ടുമൊക്കെ കാണുമ്പോ അമ്മ ശരിക്കും പേടിക്കും. രാത്രി തന്നെ വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ടും അമ്മയെ വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാ. അത്രയും വലിയൊരു കൊലപാതക ശ്രമം നടന്നു എന്നൊക്കെ അമ്മയോട് പറയണോ ഗൗതം? വേറെന്തെങ്കിലും പറ്റിയതാണെന്ന് പറഞ്ഞാ പോരെ? സത്യം തുറന്നു പറഞ്ഞ പിന്നെ നമ്മൾ എങ്ങോട്ട് ഇറങ്ങിയാലും അമ്മയ്ക്ക് പേടിയായിരിക്കും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. എന്റെ നെറ്റിയിൽ ഒരു ചെറിയ മുറിവേ ഉള്ളൂ. പക്ഷേ നിന്റെ കയ്യിലേക്ക് കെട്ട് കണ്ടാൽ അമ്മ സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞാലും പിന്നെ അതിനായിരിക്കും വഴക്ക്. ശ്രദ്ധയില്ല, ഓരോന്ന് വരുത്തി വെച്ചോളൂ എന്നും പറഞ്ഞ് ബഹളം വെക്കും. എന്തായാലും നീ വാ, സാഹചര്യം പോലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം.